ഇന്നാണെങ്കിലേ വേണ്ടേ നല്ല തേൻ വരിക്കയുടെ ചക്കക്കുരുവും നല്ല ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില ഇട്ട് നമുക്ക് അടിപൊളി ഒരു തോരൻ വെക്കാം. ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ ഈ ചക്കക്കുരു തൊലിയൊന്നും കളയണം. ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിടുക, പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക, പിന്നെ ഇത് അടച്ച് വെച്ച് ഇനി ഇത് 3 വിസിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഗ്യാസ് കത്തിച്ചു, ഇത് വെക്കട്ടെ. അപ്പോഴേ നമ്മുടെ ചക്കക്കുരു വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് വേണ്ടേ, ചക്കക്കുരു നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. ചക്കക്കുരുവിൻ്റെ മേളത്തെ തൊലി കളഞ്ഞ് നല്ലതുപോലെ അരിഞ്ഞെടുക്കുക. വെന്ത് പോയിട്ടുണ്ട്, സാരമില്ല. പിന്നെ കുറച്ച് തേങ്ങ, ഒരു പച്ചമുളക്, 2 വെളുത്തുള്ളി, കുറച്ച് കുരുമുളക്, അതുപോലെ തന്നെ ജീരകം, മഞ്ഞൾപ്പൊടി, ഇത് ഇത്രയും കൂടി ഇട്ട് ചതച്ച് മാറ്റി വെക്കുക. ഒരു പാൻ വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, ചൂടായി കഴിഞ്ഞ് കടുകിടുക. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്കക്കുരു പിന്നെ മുരിങ്ങയില അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഇത് ആവിയിൽ വേവിച്ചെടുക്കുക. സംഭവം ഇത്രയേ ഉള്ളൂ, സെറ്റാണ്. ഭയങ്കര ടേസ്റ്റായത് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അവിടെ ചക്കക്കുരുവും മുരിങ്ങയില തോരനും റെഡി ആയിട്ടുണ്ട്. ചോറുണ്ണാൻ ബെസ്റ്റാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കണം. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, സീ യു.